നമസ്കാരം. ലോകത്തിന്റെ ചരക്കു നീക്കത്തിന്റെ സിര എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിൽ നിന്നും പേർഷ്യൻ ഗൾഫിൽ നിന്നും അതീവ ഗുരുതരമായ വാർത്തകളാണ് ഇന്ന് പുറത്തുവരുന്നത്. 2026 മാർച്ച് 11 അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത പാതയെ വിറപ്പിച്ചുകൊണ്ട് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇന്ന് ആക്രമണമുണ്ടായി. അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രൊജക്ടൈലുകൾ കപ്പലുകളിൽ പതിച്ചതോടെ മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഈ 3 ആക്രമണങ്ങളെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിലേക്ക്. ആദ്യത്തെയും ഏറ്റവും ഗൗരവകരവുമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തായ്ലൻഡ് പതാക ഘടിപ്പിച്ച മയൂരി നാരി എന്ന ബൾക്ക് കാരിയറിലാണ്. ഒമാൻ തീരത്തു നിന്നും വെറും 11 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ ഹോർമുസ് കടലിടുക്കിൻ്റെ ഹൃദയഭാഗത്ത് വെച്ചാണ് ഈ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. അജ്ഞാത പ്രൊജക്ടൈൽ പതിച്ച ഉടൻ തന്നെ കപ്പലിൽ വൻ തീപിടുത്തമുണ്ടായി. ജീവനക്കാരുടെ ജീവൻ അപകടത്തിലായ ഘട്ടത്തിൽ ഭൂരിഭാഗം പേരെയും കപ്പലിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു. തായ് അധികൃതരും ഒമാൻ കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിലവിൽ കുറച്ച് ക്രൂ മാത്രമാണ് കപ്പലിലുള്ളത്. ഭാഗ്യവശാൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. എങ്കിലും കപ്പലിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. മയൂരി നാരിക്ക് പിന്നാലെ മറ്റ് 2 കപ്പലുകൾ കൂടി ലക്ഷ്യം വയ്ക്കപ്പെട്ടു. ജപ്പാൻ പതാകയുള്ള വൺ മജസ്റ്റി എന്ന കണ്ടെയ്നർ കപ്പലായിരുന്നു അതിലൊന്ന്. UAE-യിലെ റാസൽ ഖൈമയിൽ നിന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. കപ്പലിന് ചെറിയ പരിക്കുകൾ പറ്റിയെങ്കിലും ജീവനക്കാർ സുരക്ഷിതരാണെന്നത് ആശ്വാസകരമാണ്. തൊട്ടു പിന്നാലെ മാർഷൽ ഐലൻഡ്സ് പതാകയുള്ള ഗ്വാർ ഗ്വിനത്തും സമാനമായ ആക്രമണത്തിന് ഇരയായി. ദുബായ് തീരത്തുനിന്ന് ഏകദേശം 50 മൈൽ അകലെ വെച്ചാണ് ഈ കപ്പലിൻ്റെ ഹൾ ഭാഗത്ത് പ്രൊജക്ടൈൽ പതിച്ചത്. ഈ 3 കപ്പലുകളും ഒരേ സമയം അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ലക്ഷ്യം വയ്ക്കപ്പെട്ടു എന്നത് ഇതൊരു ആസൂത്രിത നീക്കമാണെന്ന് ഉറപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ ഇത്ര വലിയ ചർച്ചയാകുന്നത്? ഉത്തരം ലളിതമാണ്. ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ മൊത്തം എണ്ണക്കടത്തിൻ്റെ 1/5 ഭാഗവും കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഇതിനോടകം തന്നെ മേഖലയിലെ എല്ലാ കപ്പലുകൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ആക്രമണ വാർത്തകൾ പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ അസ്ഥിരത പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. കപ്പൽ ഇൻഷുറൻസ് തുക വർദ്ധിക്കാനും ചരക്കുനീക്കം വൈകാനും ഇത് കാരണമാകും. ആരാണ് ഈ പ്രൊജക്ടൈലുകൾക്ക് പിന്നിൽ? അത്യാധുനിക ഡ്രോണുകളാണോ അതോ മിസൈലുകളാണോ പ്രയോഗിക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. സമാധാനപരമായി നീങ്ങേണ്ട അന്താരാഷ്ട്ര സമുദ്രപാതകളിൽ ഇത്തരം ആക്രമണങ്ങൾ തുടരുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് വൻ ഭീഷണിയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ പ്രതികരണവുമായി എത്തുമെന്നാണ് കരുതുന്നത്. നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ ഉടൻ ഉണ്ടായില്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.